അപ്പൊ ഇന്ന് നമുക്ക് നല്ല 8ന്റെ മുട്ടൻ പണി കിട്ടിയൊരു ദിവസമായിരുന്നു. ലൈഫിൽ നല്ല ഡേയ്സ് മാത്രമല്ലല്ലോ, ബാഡ് ഡേയ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഏകദേശം 3 പണികളാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഞാൻ ചായം കൂടെ ധനുഷ്കോടിയിലേക്ക് സൺസെറ്റും സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല ആവേശത്തിൽ വന്നതായിരുന്നു. 6 PM ആണ് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടേക്ക് അലോ ചെയ്യുന്ന ടൈം 6 PM വരെ എൻട്രി ഉണ്ട്. അങ്ങനെ നമ്മൾ 6 PM മുന്നേ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തി. പക്ഷെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസൊക്കെ ഉണ്ട്, അവരാണ് അവിടുത്തെ എൻട്രി ഒക്കെ പെർമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞു 5 o'clock വരെ ഉള്ളൂ എൻട്രി, ഇതാ ബോർഡിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു. പക്ഷെ നമ്മളിങ്ങനെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ നമ്മളെ പോലെ കുറെ വണ്ടികളെയും അവിടെ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളുടെ പ്ലാന് ഇന്ന് സൺസെറ്റും കണ്ട് നാളെ സൺറൈസും കണ്ട് ഇങ്ങോട്ട് മടങ്ങാനായിരുന്നു. ഏതായാലും അത് പാളിപ്പോയി. അപ്പൊ ഇനി സൺസെറ്റ് കാണാൻ പോകുന്നവരൊക്കെ 5 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. അപ്പൊ അത് പ്ലാൻ ചെയ്ത് പോവാം. ഏതായാലും ഞങ്ങളുടെ യാത്ര നാളത്തേക്കും അതിന്റെ പിറ്റേന്നത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. എല്ലാം കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തു, ആകാശ് റെസിഡൻസി. 2 ഡേയ്സിലേക്ക് 3000 സംതിങ് എന്തോ ആണ്. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കിയപ്പോ അഗോഡയിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കണ്ട ഒരു അപ്പാർട്ട്മെന്റേ അല്ല. അഗോഡയിൽ കുറെ ഇത് തുടങ്ങിയ സമയത്തുള്ള ഫോട്ടോ എന്താണെന്ന് തോന്നുന്നു. ചെന്ന് കണ്ടപ്പോൾ ഭയങ്കര പഴയ ബിൽഡിങ്ങും പഴയ റൂമും അതിന്റെ ഈസ്തറ്റിക്സ് മൊത്തത്തിൽ ഭയങ്കര വല്ലാത്ത നെഗറ്റീവ് എനർജി തരാൻ തുടങ്ങി. അതും പോരാഞ്ഞ് അതിന്റെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഉത്സവവും പരിപാടികളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഭയങ്കര ശബ്ദമുണ്ട്. റൂമിലേക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു റൂം ബുക്ക് ചെയ്തു, രാമേശ്വരം ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. ഇത് മറ്റേ ഹോട്ടലിനേക്കാളും കോസ്റ്റ്ലി ആയിരുന്നെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ആംബിയൻസും ക്ലെൻലിനെസ്സും ഒരു കംഫർട്ടും ഒക്കെ ഈ ഹോട്ടലിനുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, ഇതൊരു പൊങ്ങച്ചം മറിച്ചിലായിട്ടൊരു പൊങ്ങച്ചം പോസ്റ്റ് ആയിട്ടൊന്നും എടുക്കരുത്. ഏൺ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളുടെ കംഫർട്ടിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് കൂടുതൽ ഏൺ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവുക മാത്രമേ ഉള്ളൂ. ആൻഡ് ദിസ് വാസ് ഓൾ വർത്ത് ഇറ്റ്. റൂം നല്ലതായിരുന്നു. ഇവിടെ ഇപ്പൊ സ്പെൻഡ് ചെയ്തത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ടൊന്നും അല്ല. നമ്മളുടെ കംഫർട്ടും ഇഷ്ടങ്ങളും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ലൈഫിലെ തന്നെ ഗ്രോത്തിന് നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് കിട്ടിയ 3ാമത്തെ പണി ബട്ടർ പൊറോട്ടയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതാണെങ്കിൽ എണ്ണയിൽ മുക്കി കുളിപ്പിച്ച ഒരു പൊറോട്ട, ഗോതമ്പ് പൊറോട്ട. ഇതങ്ങനെയൊക്കെ ഒരു ദിവസം. പിന്നെ ഇത് 2026 കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലെയാണ്.